സ്പോട്ട്, നമ്മുടെ ഫുൾ ഡേ ഫിഷിങ്ങിൽ മൂന്നാമത്തെ സ്പോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ പാടങ്ങളുടെ നടുക്കൊരു വലിയ കുളമുണ്ട്, അവിടെയാണ് നമ്മളെ മീൻ പിടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ. അവിടെ നിറയെ പേര് മീൻ പിടിക്കുന്നുണ്ട്. പക്ഷേ ഈ ഭംഗി കണ്ടപ്പോൾ ഞാൻ ഇതന്നെ ഇൻട്രോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഗൈസ് കണ്ടോ എത്ര വലിയ പാടമാണ്, അതുപോലെ തന്നെ എത്ര ഭംഗിയുള്ള കുളമാണല്ലേ. നോക്ക് വലിയ കുളമാണ് കേട്ടോ ഗൈസ്. കുളം നോക്ക്, കുറേ പേര് ഇതിൽ മീൻ പിടിക്കുന്നുണ്ട്. നമ്മൾക്ക് എന്തായാലും ഇവിടുന്ന് മീൻ കിട്ടുമോ എന്ന് നോക്കാം ഗൈസ്. നമ്മൾ പുതിയ സ്പോട്ടാണ് ഇപ്പോൾ പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ കണ്ടോ ഈ ആകാശത്തിൻ്റെ ആ ഭംഗി, ഈ വെള്ളത്തിൽ കണ്ടോ? ഓ എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്, സൂപ്പറായിരുന്നല്ലേ. നമ്മൾ കോഴിക്കോടലാണ് കേട്ടോ ഇപ്പം ഇട്ടിരിക്കണത്. ഇതിൽ മീൻ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കണത്. അല്ല അതിൽ അതെന്താണിത്? അല്ല അവിടെ നിന്ന് ഒരു ചേട്ടൻ മറ്റേ ഫ്രോഗ് ഇട്ട് വലിച്ചാലാ ആ ഇടയിൽ നോക്ക് മീനുകൾ ചാടുന്നത്, കുഞ്ഞു കുഞ്ഞു മീനുകൾ ചാടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേ നോക്ക് കുറേ പേര് ചൂണ്ടുണ്ട്. ഇതൊന്നല്ല ഗൈസ്, നല്ല തിരക്കായിരിക്കും എപ്പോഴും. ഇന്നെല്ലാവരും തിരക്കാണ് തോന്നുന്നുണ്ട് ഗൈസ്. നോക്ക് ആകാശം കാണാൻ നല്ല ഭംഗിയില്ലേ. കുറച്ച് പേരേ ഉള്ളൂ ചൂണ്ടാൻ വേണ്ടിയിട്ട്. കാരണം ഈ ചൂണ്ടലിൻ്റെ ഇവിടുത്തെ മീനൊക്കെ കുറേ പേര് പിടിച്ചിട്ട് പോയെന്നൊക്കെയാണ് പറയണത്. നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാലും മീൻ കിട്ടും, കിട്ടാതെയൊന്നും ഇരിക്കില്ല. നമ്മൾ ഇവിടെ നോക്കി നിന്നില്ലെങ്കിൽ പാമ്പിൻ്റെ കടി കിട്ടും. കുറച്ച് ദൂരെ കിട്ടല മീനുണ്ട് ഗൈസ്. കണ്ട അവിടെ ഇവിടെയൊക്കെ പൊളിക്കണ. അയ്യോ എനിക്ക് മീനിനേക്കാൾ ഭയങ്കര ഇഷ്ടമായി. നോക്ക് ആകാശം, ഈ വെള്ളമൊക്കെ നോക്ക് എന്ത് ഭംഗിയല്ലേ കാണാൻ ഗൈസ്. നേരിട്ട് കാണുമ്പോൾ ഇതിലും കാട്ടിൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദൂരേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്നല്ല ദൂരെ, എന്നാലും നമ്മൾ അത്യാവശ്യം കുറച്ച് അങ്ങോട്ട് ദൂരെ ഇട്ടിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമായിട്ടാ. അയ്യോ ഇവിടെ നിൽക്കാൻ നല്ല തണുപ്പുണ്ട്. ഒന്നാമത്തതേ ഡിസംബർ മാസം നല്ല തണുപ്പാണ്. ഇതിപ്പോൾ പാടത്തിൻ്റെ നടുക്ക് കൂടെ ഇപ്പോൾ നല്ല തണുപ്പ് ഗൈസ്. ഞാനിവിടെ മീൻ പിടിക്കാൻ വേണ്ടി വന്നിട്ടില്ലേ, ഈ ആകാശത്തിൻ്റെയൊക്കെ ഭംഗി നോക്കി നിൽക്കുക. നോക്ക് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ഫാമിലികളൊക്കെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുറേ പേര്. ഇതേ അവിടെയൊക്കെ കുറേ പേരുണ്ട്. നോക്ക് നല്ല ഭംഗിയില്ലേ. നമ്മൾക്ക് ഒരു മീനെങ്കിലും കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കിട്ടിയാലും ഇല്ലെങ്കിലും ഈ വ്യൂ ഉണ്ടല്ലോ, അതും മതി ഗൈസ് ഇന്നത്തേക്ക്. അത്രയും ഭംഗിയുണ്ട് കാണാൻ. അമ്മച്ചി നമ്മൾക്ക് അത്ര ദൂരം ഇട്ടിട്ടുണ്ട് കേട്ടോ. കിട്ടുമെന്ന് നോക്കാം, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യും, അതിലാണ് കാര്യം. നമ്മൾ കോഴിക്കോടലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. മീനുണ്ട് ഗൈസ്, കുറേ മീനുണ്ട് ഗൈസ്. അവിടെ ഇല്ലേ ദീ കൂടെ ഇങ്ങനെ നടന്നിട്ടില്ലേ, ആ കുളത്തിൻ്റെ നടുക്ക് പോകാൻ പറ്റും കേട്ടോ. ഞാൻ അത്ര സാഹസികതയൊന്നും കാണിക്കില്ല. നമുക്ക് കുറച്ച് അങ്ങോട്ട് മാറ്റിട്ടാലോ ഗൈസ്. നമ്മൾ കുറച്ച് നേരം ചൂണ്ടിട്ടാ, പിന്നെയാണ് നമ്മൾ ഒരു സംഭവം കാണുന്നതേ. കണ്ടോ ഇവിടെ ചൂണ്ടാൻ പറ്റില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മീൻ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ടാവും. അതെന്തോ ലേലം വിളിച്ച് എടുത്തു എന്നൊക്കെ പറയണേ. പക്ഷെ നല്ല സ്പോട്ടായിരുന്നു, കുറേ മീനുണ്ട് ഗൈസ്. നമുക്കിനി ഇവിടെ വരാൻ പറ്റില്ല കേട്ടോ. വെറുതെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വരാം, പക്ഷേ ഇനി ചൂണ്ടാൻ വേണ്ടി വരല് നടക്കില്ല. അയ്യോ മീൻ കിട്ടാത്തത് ഭാഗ്യം, അല്ലെങ്കിൽ നമ്മൾക്ക് ഇതിൽ തന്നെ ഇടേണ്ടി വന്നേനെ. ഓക്കെ ഗൈസ് പോവാം. ഗൈസ് ഈ തോട്ടിലൊക്കെ കുറേ മീൻ ഉണ്ടാവാറുണ്ട് കേട്ടോ എപ്പോഴും ഗൈസ്. അവരൊന്നും ചൂണ്ടല്ല കേട്ടോ, ഞാൻ തെറ്റിദ്ധരിച്ചു ഗൈസ്. അവരൊക്കെ വെറുതെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി വന്നതാണെന്നാണ് തോന്നണേ. നോക്ക് കണ്ടോ ഈ പാടത്തിലൊക്കെ ഇങ്ങനെ വഴിയൊക്കെ ഉണ്ട് ഗൈസ്. അതുകൊണ്ട് നമുക്ക് വണ്ടിയിലൊക്കെ ഇത് വരാം. അയ്യോ നല്ല ഭംഗി. ഗൈസ് ഈ വെള്ളത്തിലില്ലേ മഴ പെയ്യില്ല കേട്ടോ. നോക്ക് മീനുകൾ ചാടി കളിക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ ആകാശം, ഓ മൈ ഗോഡ്. പിന്നെ നോക്ക് ഇവിടെ ഒരു സ്റ്റാർ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ സ്റ്റാർ, നല്ല ഭംഗിയില്ലേ ഗൈസ് ഞങ്ങളുടെ നാട് കാണാൻ വേണ്ടിയിട്ട്. ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് 3 സ്പോട്ടും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റും സെക്കൻഡ് പാർട്ടൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇത് മൂന്നാമത്തെ സ്പോട്ട് ആയതുകൊണ്ട് നമ്മളിവിടെ ഇതേ കണ്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മീൻ പിടിക്കാൻ പറ്റില്ല, വേറെ എന്തോ കരാറെന്തോ കൊടുത്തിരിക്കുകയെന്നോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഗൈസ് നമ്മൾക്ക് മീൻ പിടിക്കാൻ പറ്റാത്തത്. പിന്നെ ഇവിടെ കുളത്തിൽ മീൻ പിടിക്കാൻ പറ്റാത്തുള്ളൂ കേട്ടോ. നമ്മൾക്കിവിടെ തോടൊക്കെ ഉണ്ട്, അവിടെ നിന്നൊക്കെ നമുക്ക് മീൻ പിടിക്കാൻ പറ്റും. എന്തായാലും നമ്മൾക്ക് ഇനി തോട്ടിൽ മീൻ പിടിക്കാം, കുളത്തിൽ മീൻ പിടിക്കണമെന്ന് ഇനി ആരും സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. കാരണം അങ്ങനത്തെ അവസ്ഥയായതുകൊണ്ടാണ് ഗൈസ്. പക്ഷേ വ്യൂ ഒക്കെ അടിപൊളിയായിട്ട് ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ബൈ.